ഒരു കല്ലുമ്മക്കായ് പീസേ. കല്ലുമ്മക്കായ് പൊരിച്ചോളൂ. അതന്നെ ഈ ബീഫും പൊറോട്ടയ്ക്ക് എന്ത് ഇതാണ് മക്കളെ കോമ്പിനേഷൻ. നല്ല കല്ലുമ്മക്കായ് കറിയും പൊറോട്ടയും. ഇനി ബീഫ് പൊറോട്ട ലവേഴ്സാരും എന്നെ വന്ന് ചീത്ത വിളിക്കണ്ട, നിങ്ങൾ ഇത് കൂടി കഴിച്ചു നോക്കണം. നല്ല ടേസ്റ്റാണ്. സാധാരണ കല്ലുമ്മക്കായ് കിട്ടിയാൽ ഇവിടെ കറി വെക്കാറ് തന്നെയാണ് പതിവ്. പക്ഷെ ഈ കോമ്പിനേഷൻ ഉണ്ടല്ലോ, കല്ലുമ്മക്കായൻ പൊറോട്ട, ഇത് പൊളിച്ചു. ഇത് ഇതുവരെ നമ്മൾ ട്രൈ ചെയ്ത് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. കല്ലുമ്മക്കായ് ക്ലീൻ ആക്കില്ല, അതൊരു മെനക്കെട്ട പണിയാണ്. പക്ഷെ ഇത്തിരി മെനക്കെട്ടാൽ എന്താ, നല്ല ടേസ്റ്റി ഫുഡ് കഴിക്കാമല്ലോ അല്ലേ. കല്ലുമ്മക്കായ് ചെറുതായോണ്ട് തന്നെ ഇത്തിരി അധികം നേരം എടുത്ത് ഇതൊന്ന് ക്ലീൻ ആക്കി എടുക്കാൻ വേണ്ടി. പണി എളുപ്പാക്കാൻ നമുക്കിത് പുഴുങ്ങിയെടുത്തിട്ടൊക്കെ എടുക്കാം. പക്ഷെ അങ്ങനെ ചെയ്ത് കറി വെച്ചാൽ ഇതിൻ്റെതായ ടേസ്റ്റ് കിട്ടില്ല മക്കളെ. ഇത് ഈ പച്ച ഇങ്ങനെ ഇറന്നിട്ട് വേണം നമ്മൾ കറി വെക്കാൻ. വേണം അതിന്റെ യഥാർത്ഥ ടേസ്റ്റ് ഒക്കെ മനസ്സിലാക്കാൻ പറ്റും. അങ്ങനെ ഞാൻ കല്ലുമ്മക്കായ് ക്ലീൻ ആക്കുന്ന സമയം കൊണ്ട് അമ്മ ഇവിടെ എല്ലാ സാധനങ്ങളും മുറിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു. വെളിച്ചെണ്ണ ഒഴിക്കുക, വെളുത്തുള്ളി ഇഞ്ചി നന്നായിട്ട് വഴറ്റുക, അതിനകത്തേക്ക് ഉള്ളി ഇടുക, അത് നന്നായിട്ട് വഴറ്റുക. ഉള്ളി സെറ്റാവുന്ന സമയം കൊണ്ട് നമ്മൾ വറുത്ത് വെച്ച തേങ്ങ നമുക്ക് അരച്ചെടുക്കാം. അങ്ങനെ അത് കുഞ്ഞുള്ളിയും ഇത്തിരി പെരിഞ്ചീരകം ഇട്ടിട്ടുണ്ടായിരുന്നു. അങ്ങനെ അത് അരച്ചെടുക്കുമ്പോഴേക്കും നമ്മൾ ഉള്ളിയോടെ സെറ്റായിട്ടുണ്ട്. പിന്നെ അതിലേക്ക് തക്കാളി ഇട്ടു, പിന്നെ പച്ചമുളക്, ക്യാപ്സിക്കം, പൊടികളായ മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മല്ലിപ്പൊടി, ചിക്കൻ മസാല ഇതെല്ലാം ഇട്ട് നന്നായിട്ട് ഇളക്കിയതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് നമ്മൾ ക്ലീൻ ആക്കി വെച്ച കല്ലുമ്മക്കായും കൂടി ചേർത്ത് നമുക്ക് മൂടി വെച്ച് നന്നായിട്ട് വേവിക്കാം. ഇത് വെന്ത് കഴിഞ്ഞാൽ നമ്മൾ അരപ്പ് കൂടി ചേർത്ത് നന്നായിട്ട് ഒന്നും കൂടി തിളച്ച് വരുമ്പോൾ അതിലത്തേക്ക് ഗരം മസാല, മല്ലിച്ചപ്പും കൂടി ചേർത്ത് നമുക്ക് കറി മാറ്റി വെക്കാം. കറികൾക്കില്ലേ എനിക്ക് തേങ്ങ വറുത്തിടൽ നിർബന്ധമാണ്. അങ്ങനെ തേങ്ങയും കറിവേപ്പിലയും കൂടി നന്നായിട്ട് വറുത്ത് അതും കൂടി അതിനകത്തോട്ട് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ കല്ലുമ്മക്കായ് കറി ഇവിടെ സെറ്റാണ്. പിന്നെ 2 കർമൂസ് ഉണ്ടായിരുന്നു, അതും കൂടി ഞാൻ മുറിച്ചെടുക്കുന്നുണ്ട്. പിന്നെ പൊറോട്ട അത് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് നമ്മൾ പാക്കറ്റ് പൊറോട്ട വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. അങ്ങനെ അതും കൂടി ചുട്ടെടുത്ത് കണ്ട അടിച്ചെടുക്കുന്ന കണ്ട. ഇങ്ങനെ അടിച്ചെടുത്തില്ലെങ്കിലേ പൊറോട്ട ഒരു ടേസ്റ്റില്ലാത്ത പോലെ തോന്നും. അങ്ങനെ ചൂടോടെ നല്ല അടിച്ചെടുത്ത പൊറോട്ടയും കല്ലുമ്മക്കായ് കറിയും കൂട്ടി ഒരു പിടിയെന്ന് പിടിച്ചു. അപ്പോൾ സബ്സ്ക്രൈബ് മൈ ചാനൽ.